ജില്ലയിൽ പനിബാധിതരുടെ എണ്ണം പെരുകുന്നു. കോവിഡ് പരിശോധനയിൽ വീഴ്ച വരുത്തി തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജ്. കോവിഡ് ലക്ഷണമുള്ളവരെ കർശനമായി പരിശോധിക്കണമെന്ന ഉത്തരവ് പ്രഹസനമാകുന്നു. സംസ്ഥാനത്ത് പനിബാധിതരുടെ എണ്ണം പെരുകുകയാണ്. രാജ്യത്ത് തന്നെ കോവിഡ് ബാധിതരുടെ എണ്ണത്തിൽ കേരളം മുന്നിലാണെന്ന കണക്കുകൾ പുറത്തുവരുമ്പോൾ ജനം ആശങ്കയിലാണ്. വിദേശ രാജ്യങ്ങളിൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒമിക്രോൺ JN1 LF7 എന്ന വകഭേദമാണ് കേരളത്തിലും കണ്ടെത്തിയിട്ടുള്ളത്. തീവ്രത കുറവാണെങ്കിലും ഈ വകഭേദത്തിന് വ്യാപനശേഷി കൂടുതലാണെന്ന് വിദഗ്ധർ പറയുന്നു. ഈ സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങളുമായി ആശുപത്രികളിലെത്തുന്നവരെ പരിശോധിക്കാൻ ആരോഗ്യവകുപ്പ് മാർഗരേഖ തയ്യാറാക്കിയിരുന്നു. കോവിഡ് ലക്ഷണമുള്ളവരെ ആന്റിജൻ RT-PCR പരിശോധനയ്ക്ക് വിധേയരാക്കണമെന്നായിരുന്നു നിർദ്ദേശം. എന്നാൽ തൃശൂർ ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ പോലും ഈ ഉത്തരവ് പാലിക്കുന്നില്ലെന്ന് അനുഭവസ്ഥർ പറയുന്നു. കോവിഡ് രോഗിയുമായി സമ്പർക്കമുണ്ടായി കോവിഡ് രോഗലക്ഷണങ്ങളോടെ മെഡിക്കൽ കോളേജിലെത്തിയ തന്നെ പരിശോധനയ്ക്ക് പോലും വിധേയമാക്കിയില്ലെന്ന് പുതുരുത്തി സ്വദേശി കൃഷ്ണകുമാർ ആരോപിക്കുന്നു. 9-ാം തീയതി മെഡിക്കൽ കോളേജിൽ കോവിഡ് കോൺടാക്റ്റിനെ തുടർന്ന് എത്തി എനിക്ക് ചികിത്സ നിഷേധിച്ചു. മെഡിക്കൽ കോളേജ് കോവിഡ് ടെസ്റ്റ് ചെയ്യാനോ മരുന്ന് തരാനോ അവർ കൂട്ടാക്കിയില്ല. അതിനുശേഷം സൂപ്രണ്ടിനെ കണ്ട് പരാതിപ്പെട്ടപ്പോൾ ആണ് എന്തെങ്കിലും നടപടി എടുക്കാൻ അവർ തയ്യാറായത്. എന്നായാലും ടെസ്റ്റ് ചെയ്യാൻ ഇപ്പോഴും അവർ കൂട്ടാക്കിയിട്ടില്ല. ഒരു പാരസെറ്റമോൾ എഴുതി ORS ലായനിയുടെ പാക്കറ്റിൽ നിന്ന് എന്നെ ഒഴിവാക്കുകയാണുള്ളത്. സാധാരണക്കാരൻ്റെ അവസ്ഥ വളരെയധികം ദുഷ്കരമാണ്. സംസ്ഥാനത്ത് പനി ബാധിച്ച് ആശുപത്രികളിൽ ചികിത്സ തേടുന്നവരുടെ എണ്ണം ദിനംപ്രതി പെരുകുകയാണ്. കോവിഡ് രോഗലക്ഷണങ്ങളോടെ ആശുപത്രിയിലെത്തുന്നവരെ കോവിഡ് പരിശോധനയ്ക്ക് പോലും തയ്യാറാകുന്നില്ല എന്നുള്ളതാണ് ഉയരുന്ന ആരോപണം. ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പോലും ഇതാണ് അവസ്ഥയെങ്കിൽ ആരോഗ്യവകുപ്പ് പുറത്തിറക്കിയ കോവിഡ് മാർഗരേഖ വെറും പ്രഹസനം മാത്രമാവുകയാണ്. TCVക്ക് വേണ്ടി ക്യാമറമാൻ പ്രവീൺ പ്രകാശിനോടൊപ്പം മുകേഷ് ലാൽ.